ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയെ രാജ്യം ആദരിക്കുന്നു. വികസിത് ഭാരത് 2047 ലക്ഷ്യം കൈവരിക്കുന്നതിൽ ബഹിരാകാശ പരിപാടിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശുഭാംശു ശുക്ല ഇന്ന് നേരിൽ കാണും. കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ശുഭാംശുവിനെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ അഭിമാനതാരവുമായ ശുഭാംശു ശുക്ലയെ രാജ്യം ആദരിക്കുകയാണ്. വികസിത് ഭാരത് 2047 ലക്ഷ്യം കൈവരിക്കുന്നതിൽ ബഹിരാകാശ പരിപാടിയുടെ നിർണായക പങ്കിനെക്കുറിച്ചാണോ ഇന്ന് അദ്ദേഹം പാർലമെന്റിൽ പ്രത്യേക ചർച്ച നടത്തുക? രോഹിണി, ബഹിരാകാശ യാത്ര കഴിഞ്ഞ് വന്ന ശുഭാംശു ശുക്ലുവിന് വലിയ സ്വീകരണമാണ് രാജ്യം നൽകുന്നത്. ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും ഒപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗുമാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ വലിയ സ്വീകരണ പരിപാടികൾ നൽകുന്നു. കേന്ദ്ര പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അല്പസമയം തന്നെ മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് പാർലമെൻറ്റ് അദ്ദേഹത്തെ ആദരിക്കുന്നു. ഈ ആദരവ് ചടങ്ങിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആൾക്കാരും മുഴുവൻ സഭാ അംഗങ്ങളും പങ്കെടുക്കണം. ഓപ്പറേഷൻ സിന്ധൂറിൽ കാണിച്ച ഐക്യം ഈ ഒരു വിഷയത്തിലും കാണണം എന്നുള്ളതാണ് പ്രധാനമായും കിരൺ റിജിജു വ്യക്തമാക്കിയത്. ഏതായാലും വലിയ സ്വീകരണം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ നടക്കും. ഒപ്പം തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചകളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശുഭാംശു ശുക്ലുവിന് ആദരസൂചകമായി മാത്രമല്ല 2047 വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം കൈവരിക്കാൻ ഭാരതത്തിൻ്റെ ബഹിരാകാശ പരിപാടികൾ അത് എത്രത്തോളം പ്രയോജനപ്രദമാകുമെന്ന തരത്തിലുള്ള ചർച്ചകളാകും ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ പ്രത്യേക ചർച്ച നടക്കുക. ഏതായാലും ഇപ്പോൾ പാർലമെൻറ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ബീഹാർ SIRമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. സഭാ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ ബാനറുമേന്തി ഈ ബീഹാർ SIR തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രതിഷേധം സഭയ്ക്കുള്ളിലേക്ക് കൂടി വ്യാപിക്കും. ഈ പ്രത്യേക ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും 23-ാം തീയതി ഭാരത് മണ്ഡപത്തിൽ ബഹിരാകാശ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിലും ശുഭാംശു ശുക്ല മുഖ്യ അതിഥിയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള മുതിർന്ന മന്ത്രിമാരെ അദ്ദേഹം നേരിട്ട് കാണാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും രാജ്യം അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്വീകരണ പരിപാടികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി നന്ദൻ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയെ രാജ്യം ആദരിക്കുന്നു. വികസിത് ഭാരത് 2047 ലക്ഷ്യം കൈവരിക്കുന്നതിൽ ബഹിരാകാശ പരിപാടിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശുഭാംശു ശുക്ല ഇന്ന് നേരിൽ കാണും. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.